Recording in progress. Okay, guys, welcome back to last session of logical reasoning. Audible അല്ലേ? സ്ക്രീനൊക്കെ വിസിബിൾ അല്ലേ? കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കോ. ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തതായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ ലോജിക്കിലാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ത്യൻ ലോജിക്കിലെ ഫാലസി അല്ലാത്തതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബ്രേക്ക് ആയി. ഞാൻ ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സെഷൻ ആയിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തോ കണക്ഷൻ ലോസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ എക്സ്ട്രാ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഒരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലാത്തപ്പോഴാണ് ഞാൻ നോക്കുന്നത്. എനിവേ, ഇന്ന് നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രക്ചർ ഓഫ് അനുമാന, വ്യാപ്തിയുടെ കാറ്റഗറൈസേഷൻ, ടൈപ്സ് ഓഫ് അനുമാന, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെത്വഭാഷാസ് പറഞ്ഞു നിർത്തിയായിരുന്നു. ഇത് നമ്മളെ ഹെത്വഭാഷ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ ഫാലസികൾക്ക്, അതായത് ഇന്ത്യൻ ലോജിക്കിലെ ഫാലസിക്ക് പറയുന്ന പേരാണ് ഹെത്വഭാഷാസ്. അതിൽ നമ്മൾ 5 ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? പക്ഷധർമ്മത, സപക്ഷ, വിപക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 5 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഹെത്വഭാഷയില് അസിദ്ധ, സവ്യാപികാര, സത്പ്രതിഭ, ബാധിത, വിരുദ്ധ, ഇതാണ് 5 ഹെത്വഭാഷ. അതായത് ഇന്ത്യൻ ഫാലസികൾ 5 ഇതാണ്. ഇതിൽ ഐ തിങ്ക് അസിദ്ധ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? കഴിഞ്ഞ ഞാൻ റെക്കോർഡിംഗ് നോക്കിയിരുന്നു, ഏതുവരെ ആയിരുന്നു റെക്കോർഡഡ് വേർഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. അസിദ്ധ വരെയാണ് ഉള്ളത് അല്ലെ? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അറിയിക്കോ, അസിദ്ധ വരെ അല്ലേ പറഞ്ഞത്? അസിദ്ധ കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, അതായത് അൺപ്രൂവ്ഡ് മിഡിൽ, നമ്മൾ ഫസ്റ്റ് ഫീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ മൈനർ ടേം എന്നുള്ളതായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ വീണ്ടും അത് മാറ്റാതെ തന്നെ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നലത്തെ PPT തന്നെയാണല്ലോ. ഞാനത് എന്തായാലും PPT ഷെയർ ചെയ്യുമ്പോൾ ഞാനത് എഡിറ്റ് ചെയ്തേക്കാട്ടോ. ഇവിടെ ദ മിഡിൽ ടേം മസ്റ്റ് ബി പ്രസന്റ് ഇൻ മൈനർ ടേം. ഇവിടെ ഈ ഒരു ഫീച്ചറിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഫീച്ചർ കണ്ടോ, ദർ ആർ 5 ഫീച്ചർ എന്നുള്ളത്. ഇറ്റ് മസ്റ്റ് ബി പ്രസന്റ് ഇൻ മൈനർ ടേം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ അസിദ്ധേനെ 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആശ്രയ സിദ്ധ, സ്വരൂപ സിദ്ധ ആൻഡ് വ്യാപ്യാത്വ സിദ്ധ. ഈ എന്താണ് ആശ്രയ സിദ്ധ എന്ന് പറഞ്ഞാല്, ഇവിടെ മൈനർ ടേം നോക്കിയാൽ മതി. മൈനർ ടേം എന്ന് പറഞ്ഞത് ഈ ലോകത്ത് ഇല്ലാത്തൊരു സംഭവമാണ് പറയുന്നത് എങ്കിൽ അത് ആശ്രയ സിദ്ധയാണ്. അതായത് സ്കൈ ലോട്ടസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ ലോകത്ത് ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോ മേജർ ടേം മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ ലോട്ടസ് എന്നുള്ളൊരു സംഭവം, സ്കൈ ലോട്ടസ്, ഇങ്ങനെ ഒരു വേർഡിൽ ലോട്ടസ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. സ്കൈ ലോട്ടസ് എന്നൊരു സംഭവം ഈ ലോകത്ത് ഇല്ലാത്തൊരു സാധനമാണ്. അതിൽ ഈ മേജർ ടേം, സോറി, ഈ മിഡിൽ ടേം, ലോട്ടസ് എന്നുള്ള മിഡിൽ ടേം ഈ സ്കൈ ലോട്ടസ് എന്നുള്ള മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെ ലോകത്ത് ഇല്ലാത്തൊരു കാര്യത്തിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് അതെന്താണ്, ഒരു ഫാലസിയാണ്. അതിനാണ് ആശ്രയ സിദ്ധ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ കൂടുതലായിട്ട് ഈ ഒരു എക്സാമ്പിൾ അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉള്ളൂ കേട്ടോ ഇതിൽ കാണാം. അത് നമ്മൾ ഈ അധികം നമ്മൾ ഓരോ പിന്നെ ഓരോ ടൈപ്സിൽ പറയുമ്പോൾ ആ എക്സാമ്പിളുകളൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിളുകൾ തന്നെ എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കുക. ഇതൊക്കെ തന്നെയാണ് ഏകദേശം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും കാണാറുള്ളത്. ഇനി അഥവാ വേറെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ മൈനർ ടേം നോക്കുക നിങ്ങൾ. മൈനർ ടേം എക്സിസ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ് ആണെങ്കിൽ, പ്രസന്റ് ചെയ്യാത്ത, നമ്മുടെ ലോകത്തിൽ ഇല്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആശ്രയ സിദ്ധ എന്ന് പറയുക. സ്വരൂപ സിദ്ധ എന്ന് പറഞ്ഞാല് മൈനർ ടേം ഇവിടെ എക്സിസ്റ്റ് ചെയ്യണമൊക്കെ ഉണ്ട്. സൗണ്ട് എന്നുള്ളൊരു സംഭവം നമ്മുടെ ലോകത്തുള്ള ഒരു സംഭവമാണ് അല്ലെ, സൗണ്ട് കേൾക്കുക എന്നുള്ളത്. പക്ഷെ ഈ മിഡിൽ ടേം നോക്കൂ, വിസിബിൾ എന്നുള്ളതാണ്.
പക്ഷെ ഇത് രണ്ടും വേറെ വേറെ നേച്ചറിലെ കാര്യം. വിസിബിൾ എന്നൊരു സംഭവം സൗണ്ട് എന്നതിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണോ? രണ്ടും നേച്ചർപരമായി, അതായത് അവരുടെ രണ്ടിന്റെ നേച്ചർ, പ്രകൃതം വേറെ വേറെ പ്രകൃതത്തിലുള്ള രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് വിസിബിലിറ്റി എന്ന് പറഞ്ഞാല് അന്ന് കാഴ്ചയുമായി ബന്ധപ്പെട്ട, സൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ എന്താ പിന്നെ സൗണ്ട് നമ്മളെ ശബ്ദം അതുമായി ബന്ധപ്പെട്ട, രണ്ടും വേറെ വേറെ നേച്ചറിലുള്ള രണ്ട് എന്താണ് വേർഡ്സ് ടേംസ് ആയതുകൊണ്ട് ഒന്നൊന്നിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല, അല്ലെ? ഈ ഇവിടുത്തെ മൈനർ ടേം എന്ന് പറഞ്ഞാല് സത്യത്തിൽ റിയൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ രണ്ടും വേറെ വേറെ നേച്ചർ ആയതുകൊണ്ട് ഈ വിസിബിൾ എന്നുള്ള മിഡിൽ ടേം സൗണ്ട് എന്നുള്ള മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. എന്തുകൊണ്ടാണ് മനസ്സിലായില്ലേ? രണ്ടും വേറെ വേറെ നേച്ചറിലുള്ള സംഭവങ്ങളാണ്. ഹിയർ വിസിബിലിറ്റി കാൺ ബിലോങ് ടു സൗണ്ട്, അതാണ് പറഞ്ഞത്. സൗണ്ടിൽ വിസിബിലിറ്റി എന്നുള്ളത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഒക്കെ തന്നെയാണ് ഏകദേശം വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പഠിച്ചു നിൽക്കുക. അപ്പൊ സ്വരൂപസിദ്ധയാണോ എന്ന് മനസ്സിലാവാന് ഈ മിഡിൽ ടേമും മൈനർ ടേമും നോക്കുക. ഇത് രണ്ടും വേറെ വേറെ നേച്ചറിലുള്ള സംഭവങ്ങളാണോ, ഒന്നൊന്നിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സൗണ്ട് ഈസ് എ ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നായിരുന്നു എങ്കിൽ ഇതൊരു ഫാലസി അല്ല, ഇത് വാലിഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, കാരണം എന്താണ്, ഓഡിബിലിറ്റി എന്നുള്ളത് സൗണ്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ വിസിബിൾ എന്നാ തന്നത്, അതുകൊണ്ടാണ് ഇത് ഫാലസി ആയത്. ഓക്കെ അല്ലേ? ദെൻ വ്യാപ്യാത്വ സിദ്ധ, ഇവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇവിടെ എക്സാമ്പിൾ നോക്കൂ. വേറെവർ ദർ ഇസ് ഫയർ ദർ ഇസ് സ്മോക്ക്, ഇങ്ങനെ ആയിരുന്നു നമ്മൾ പഠിച്ച സെന്റൻസ്. ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞു എവിടെയൊക്കെ ഫയർ ഉണ്ടാവോ അവിടെയൊക്കെ സ്മോക്ക് ഉണ്ടാവും എന്നാണോ നമ്മൾ പഠിച്ചത്? അല്ല, അങ്ങനെയല്ല എന്ന് നമ്മൾ അതായത് അസമവ്യാപ്തിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫയർ സ്മോക്കും തമ്മിലുള്ളത് എന്താണ്, എവിടെയൊക്കെ സ്മോക്ക് ഉണ്ടാവോ അവിടെ ഫയർ ഉണ്ടാവും. അത് കറക്റ്റ് ആണ്. നേരെ തിരിച്ചായിരുന്നു വേണ്ടത്. ഈ ഫയർ എന്നുള്ളടത്ത് സ്മോക്കും, സ്മോക്ക് എന്നുള്ളടത്ത് ഫയറും. ആ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോഴേ അൺകണ്ടീഷണൽ ആവുള്ളൂ. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാല് ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ വ്യാപ്തി ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് അൺകണ്ടീഷണൽ. അൺകണ്ടീഷണൽ ആവണം. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞാല് എപ്പോഴും എന്താണ് മിഡിൽ ടേം ഉണ്ടാവുമ്പോൾ മേജർ ടേം ഉണ്ടാവണം. അതാണ് അൺകണ്ടീഷണൽ. ആ സമയത്ത് അൺകണ്ടീഷണൽ ആവേണ്ടോടത്ത് കണ്ടീഷണൽ ആയിട്ട് വന്നാൽ, ഇവിടെ കണ്ടീഷണൽ ആയിട്ടാണ് വന്നത്. കാരണം എന്താണ്, ഫയറിലോടത്ത് എല്ലായിടത്തും എന്ത് ഉണ്ടാവില്ല, സ്മോക്ക് ഉണ്ടാവും നിർബന്ധമില്ല. നേരെ തിരിച്ചാണെങ്കിൽ സ്മോക്ക് ഉള്ളിടത്തൊക്കെ ഫയർ ഉണ്ടാവും എന്നുള്ളത് കണ്ടീഷണൽ ആണ്, അൺകണ്ടീഷണൽ ആണ്. കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ ഫയർ ഉള്ളിടത്തൊക്കെ സ്മോക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാ സമയത്തും അത് ഉണ്ടായിക്കോണം എന്നില്ല. അതുകൊണ്ടാണ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ അൺകണ്ടീഷണൽ ആവേണ്ടോടത്ത് കണ്ടീഷണൽ ആയിട്ട് വന്നാൽ എന്ത് ചെയ്യാണ്, അവിടെയും ഒരു ഫാലസി എക്സിസ്റ്റ് ചെയ്യണമെന്നാണ്. ഇവിടെ നിങ്ങൾ അത്ര കണ്ടീഷൻ അൺകണ്ടീഷണൽ ഒക്കെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ടത് ഇങ്ങനെ നോക്കിയാൽ മതി. ഈ ഫയറും സ്മോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ നോക്കുക. ആക്ച്വലി നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, വേർ ദർ ഈസ് സ്മോക്ക് ദർ ഈസ് ഫയർ എന്നാണ് വേണ്ടിയിരുന്നത്. അത് മറ്റൊന്നിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇവിടെ മേജർ ടേമും മിഡിൽ ടേമും മാറിയിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ എന്താണ്, മേജർ ടേം ആണ് സ്മോക്ക് ആയിട്ട് വന്നിട്ടുള്ളത്, മിഡിൽ ടേം ആണ് ഫയർ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. മിഡിൽ ടേം ആണ് എപ്പോഴും സ്മോക്ക്, റീസൺ ആണ് സ്മോക്ക്. ഓക്കെ, തിരിച്ചു പറഞ്ഞാൽ എപ്പോഴും ഇത് കണ്ടീഷണൽ ആണ്. തിരിച്ചു പറഞ്ഞാൽ ഫയർ ഉള്ളിടത്തൊക്കെ സ്മോക്ക് ഉണ്ടാകുന്ന നമ്മൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അസമവ്യാപ്തിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുകയില്ലാത്ത അടുപ്പുകൾ, അതായത് എന്താണ്, ഫയറിൽ നിന്ന്, തീയിൽ നിന്ന് എപ്പോഴും പുക വരണം എന്നില്ല. അതാണ് വ്യാപ്യാത സിദ്ധ. വ്യാപ്യാത സിദ്ധയിൽ ഇങ്ങനെ ഇത്രയെങ്കിലും നോക്കിയാൽ മതി. എങ്ങനെ മിനിമം നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കുക, ഫയർ സ്മോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ നോക്കുക. അതായത് മേജർ ടേമും മിഡിൽ ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് അവിടെയാണ് എന്ത് വ്യാപ്യാത സിദ്ധ ഫാലസി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും അസിദ്ധയുടെ 3 ടൈപ്സ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയിക്കട്ടോ നിങ്ങൾ. ഞാൻ ചോദിക്കുമ്പോൾ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അറിയിക്കുക. കാരണം കണക്ഷൻ ലോസ്റ്റ് ആയോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ റെസ്പോൺസ് ആണ് എന്റെ മുന്നോട്ടുള്ള ഊർജം. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇനി അടുത്ത പിന്നെ ഫാലസിയാണ് സവ്യാഭികാര, ഇറഗുലർ മിഡിൽ, അനൈകാന്തിക എന്നൊക്കെ പറഞ്ഞാല്. A middle term must be regularly related to major term, but some instances they are related irregularly. അതായത് മിഡിൽ ടേം is not uniformly related to major term. എപ്പോഴും മിഡിൽ ടേമും മേജർ ടേമും ഒരു യൂണിഫോം റിലേഷൻഷിപ്പിൽ ആവണം എന്നാണ് പറയുന്നത്. അതായത് റെഗുലർ ആയിട്ട് അവരുടെ റിലേഷൻ വേണം. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അവിടെ ഒരു ഫാലസി ഉണ്ടാവും.
അപ്പൊ ഇതും എന്തുണ്ട്, 3 ടൈപ്സ് ഉണ്ട്. ഇതിന്റെയും സവ്യാഭികാര എന്ന് പറഞ്ഞിട്ടല്ല അധികം സവ്യാഭികാരയുടെ 3 ടൈപ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇത് ചോദിക്കും. പക്ഷെ എക്സാമ്പിൾ എപ്പോഴും തരാറ് ഇതിന്റെ 3 ആയിട്ടാണ്. ഇതിൽ ഏതാണ്, സാധാരണയാണോ അസാധാരണയാണോ അനുപസംഹരി. ഇതാണ് സവ്യാഭികാര ഫാലസിയുടെ 3 ടൈപ്സ്: സാധാരണ, അസാധാരണ, അനുപസംഹരി. അപ്പോ ഇതിന്റെ 3 ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് നോക്കാം. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് അത് മൂന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഹിയർ ദ മിഡിൽ ടേം ഈസ് ടു വൈഡ്. സാധാരണ ഫാലസിയിൽ മിഡിൽ ടേം വൈഡ് ആയിരിക്കും. ആരെ സംബന്ധിച്ച് നോക്കുമ്പോൾ, നമ്മുടെ മേജർ ടേമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. എന്തിനാണ് ശരിക്കും മിഡിൽ ടേം വരുന്നത്? മിഡിൽ ടേം എപ്പോഴും നമ്മുടെ മേജർ ടേമിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന സാധനമാണ്. ഇപ്പൊ ദ ലേക്ക് ഹാസ് സ്മെൽ ബിക്കോസ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്. ഇങ്ങനെ നോക്കൂ, ഇപ്പൊ നമ്മള് ദിസ് ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് സ്മോക്കി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ സ്മോക്കി എന്നുള്ള ഈ ഒരു മേജർ ടേം എന്നുള്ള ഫയറിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ബിക്കോസ് എന്ന് പറഞ്ഞിട്ട് തരുന്നത് ഈ ഒരു മേജർ ടേമിനെ പ്രൂവ് ചെയ്യാൻ തരുന്ന സാധനമാണ്. ആ പ്രൂവ് ചെയ്യാൻ തരുന്ന സാധനം മേജർ ടേമിനെ സംബന്ധിച്ച് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നോക്കൂ, ദ ലേക്ക് ഹാസ് സ്മെൽ ബിക്കോസ് ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ലേക്കിന് സ്മെൽ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ് സബ്സ്റ്റൻസ് എന്നുള്ളതിൽ സ്മെല്ല് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഇല്ലേ? സബ്സ്റ്റൻസ്, ഫ്ലവേഴ്സിന് എന്താണ് സ്മെല്ല് ഉള്ളതാണ്, സബ്സ്റ്റൻസ് ആണ്. ഇനി ലൈറ്റ്, അങ്ങനത്തെ എയർ, ഇങ്ങനത്തെയുള്ള സബ്സ്റ്റൻസിനൊന്നും എന്തില്ല, സ്മെല്ലില്ല. അപ്പൊ സ്മെല്ല് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ സംഭവങ്ങളും സബ്സ്റ്റൻസ് എന്നുള്ള ഒരു വാക്കിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സ്മെല്ല് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഈ സ്മെല്ല് എന്നുള്ള മേജർ ടേം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ഒരു സ്മെല്ലിനെ അപേക്ഷിച്ച് നമ്മുടെ മിഡിൽ ടേം വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടേം ആയിട്ടാണ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് സാധാരണ ഫാലസി. മനസ്സിലായോ? അതായത് നമ്മളെപ്പോഴും ഇത് ലേക്ക് ഹാസ് സ്മെൽ ബിക്കോസ് ഇറ്റ് ഇസ് എ മഡിലാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു മഡി വാട്ടർ ആണ്, അതുകൊണ്ട് അതിന് സ്മെൽ ഉണ്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് കണക്ട് ആയിട്ടുള്ള വേർഡാണ്, അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ടേം അല്ല. ഇവിടെ നോക്കൂ, സബ്സ്റ്റൻസ് എന്നുള്ളതിൽ സ്മെൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് എല്ലാ സംഭവങ്ങളും പെടും. അപ്പൊ ഇത് ലേക്കിന് സ്മെൽ ഉണ്ട് എന്നുള്ളത് സബ്സ്റ്റൻസ് ആയി എന്നുള്ളത് കൊണ്ട് ലേക്കിന് സ്മെൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ലോജിക് പരമായിട്ട് തന്നെ ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിനെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇതിനുമായിട്ട് യൂണിഫോംലി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ടേംസ് ആയിരുന്നു തരേണ്ടത്. നേരെ മറിച്ച് ഇവിടെ വൈഡ് ആയിട്ടുള്ള ഒരു ടേം തന്നു. അങ്ങനെ തന്നാൽ അതിനാണ് സാധാരണ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അസാധാരണ നോക്കൂ. അസാധാരണ കൂടെ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഹിയർ ദ മിഡിൽ ടേം ഈസ് ടു നാരോ. ഇവിടെ മിഡിൽ ടേം നാരോ ആയിരിക്കും. നേരത്തിൽ വൈഡ് ആയിരിക്കും സാധാരണയിൽ. അസാധാരണയിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് എപ്പോഴും ഇതിന്റെ ഒരു സ്ട്രക്ചർ ഓർമ്മ ഉണ്ടായിരിക്കണം. സൗണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു എക്സാമ്പിളില് ഇത് ലൈക്ക്, ഇതാണ് മൈനർ ടേം, ഇത് സ്മെൽ എന്നുള്ളത് മേജർ ടേം. അതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. സബ്സ്റ്റൻസ് എന്നുള്ളത് മിഡിൽ ടേം. ഇത് മാറരുത്. ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ഇനി നോക്കൂ, ഈ അസാധാരണയിൽ സൗണ്ട് എന്നല്ല, ഈ മിഡിൽ ടേം അത് നമ്മുടെ മേജർ ടേമിനെ അപേക്ഷിച്ച് വളരെ നാരോ ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും. ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കൂ. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. എറ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യവും അവസാനവും ഇല്ലാത്ത, എന്നൊന്നും നിലനിൽക്കുന്ന എന്നുള്ള ഒരു അർത്ഥമാണ്. അതിനെ ഓഡിബിൾ എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഓഡിബിൾ എന്നുള്ളത് സൗണ്ടുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. ആ ഒരു ടേം ആണ്. ആ ടേമിനെ എറ്റേണാലിറ്റി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഈ എറ്റേണൽ എന്നുള്ള മേജർ ടേമിനെ അപേക്ഷിച്ചിട്ട് മിഡിൽ ടേം എന്താണ്? ഇവിടെ നാരോ ആയിട്ടുള്ള ഒരു വേർഡാണ്, ടേം ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഫാലസിയാണ്. അതിനാണ് നമ്മൾ അസാധാരണ ഫാലസി എന്ന് പറയുന്നത്. ഹിയർ ഓഡിബിലിറ്റി ബിലോങ് ടു സൗണ്ട്. ഓഡിബിലിറ്റി സൗണ്ടിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്? എറ്റേണിറ്റിയെ പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള വലിപ്പം ആർക്കില്ല, ഒരു ശക്തി ഓഡിബിൾ എന്നുള്ള ഒരു വാക്കിനില്ല. ഓക്കെ, ഇത്ര നോക്കിയാൽ മതി. നിങ്ങൾ മേജർ ടേമിനെ അപേക്ഷിച്ച് നമ്മളെ മിഡിൽ ടേം നാരോ, ചെറിയൊരു വേർഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതിനെ പ്രൂവ് ചെയ്യാൻ മാത്രമുള്ള ശക്തി ഇല്ലാത്തൊരു വേർഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മിഡിൽ ടേം നാരോ ആണെന്ന് അർത്ഥം. അങ്ങനെ വന്നാൽ അതെന്താണ്? അസാധാരണ ഫാലസിയാണ്. ക്ലിയർ ആണോ? സാധാരണ അസാധാരണ ക്ലിയർ ആണോ?
ഓക്കെ. ഇനി അനുപസംഹരി നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ പെറ്റീഷ്യോ പ്രിൻസിപ്പി ഫാലസി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഹിയർ ഹേതു ബിക്കോസ് ദേ ആർ ലിവിങ് ഈസ് ജസ്റ്റ് റീസ്റ്റേറ്റിംഗ് ദ സബ്ജക്ട്. എന്താണോ അതിന് പ്രൂവ് ചെയ്യേണ്ടത് വീണ്ടും എന്ത് ചെയ്യുക? ആൾ ലിവിങ് എക്സാമ്പിൾ നോക്കൂ. ആൾ ലിവിങ് ബീങ്സ് ആർ മോർട്ടൽ ബിക്കോസ് ദേ ആർ ലിവിങ് ബീങ്സ്. ഇവിടെ പ്രൂവ് ചെയ്യേണ്ട സംഭവം എന്താണ്? ജസ്റ്റ് റീസ്റ്റേറ്റിംഗ് ദ എന്താണ് സബ്ജക്ട്. ഇവിടുത്തെ മൈനർ ടേമിനെ ജസ്റ്റ് റീസ്റ്റേറ്റ് ചെയ്യാണ്. അങ്ങനെ വന്നാൽ അതിൽ എന്തോ ഒരു ഫാലസി ഇല്ലേ? നമ്മൾ പെറ്റീഷ്യോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സർക്കുലർ ഫാലസി ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളെ പ്രിമൈസിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അതുപോലെയാണ് അനുപസംഹരി. എന്താണോ നമ്മൾ എന്താണ് നമ്മൾ ഹേതു റീസൺ ആയിട്ട് പറഞ്ഞത്, നമ്മൾ മിഡിൽ ടേമിനെയാണ് ഹേതു എന്നൊക്കെ പറയാം. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ലോണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് എന്താണ്? പിന്നെ നമ്മളെ സബ്ജക്ട് തന്നെ, സബ്ജക്ട് മീൻസ് നമ്മുടെ മൈനർ ടേം തന്നെ വീണ്ടും റീസ്റ്റേറ്റ് ചെയ്തായിരിക്കും. അപ്പൊ അതിലെന്തോ ഒരു ലോജിക് പരമായിട്ട് ഒരു ഫാലസി എറർ സംഭവം ഉണ്ടല്ലോ. അതിനാണ് നമ്മൾ അനുപസംഹരി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അനുപസംഹരിക്ക് എക്സാമ്പിൾ ആണോ നോക്കാൻ നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ ഇത് കണ്ടോ, ഇറ്റ് ഹാസ് ആൾ ഇൻക്ലൂസീവ് മൈനർ ടേം. ഈ മൈനർ ടേമിൽ എപ്പോഴും ആൾ ഉണ്ടാവും. ഓൾ ലിവിങ് ബീങ്സ്, ഓൾ കാറ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഓൾ എന്നുള്ള ഒരു വാക്ക് എപ്പോഴും മൈനർ ടേം ഓൾ ഇൻക്ലൂസീവ് ആയിരിക്കും. അപ്പൊ അനുപസംഹരി നിങ്ങൾ കുറെ എക്സാമ്പിൾ തന്നിട്ട് ഇതില് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതിനുള്ള എക്സാമ്പിൾ ആണെന്നോ അല്ലെങ്കിൽ അനുപസംഹരിക്കുള്ള എക്സാമ്പിൾ ഏതാണ് എന്ന് സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അനുപസംഹരിയുടെ എക്സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ മൈനർ ടേമിന്റെ കൂടെ ഓൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. മനസ്സിലായോ? എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ടേം ആയിരിക്കും ഇതിന്റെ മൈനർ ടേം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ അത്ര നോക്കിയാൽ മതി. എല്ലാത്തിലും ഉണ്ടാവും. അതായത് മൈനർ ടേം ഓൾ ഇൻക്ലൂസീവ് ആണ്. മനസ്സിലായോ? അതായത് ഇത് ഇങ്ങനെ മിഡിൽ ടേം എന്താണ് ഹേതുവിനെ അല്ലെങ്കിൽ മൈനർ ടേം മൈനർ ടേമിനെ തന്നെ റീസ്റ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നോൺ ജനറലൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ഫാലസി എക്സിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ അതിന്റെ റീസൺ ഒക്കെ നോക്കുന്നതിനേക്കാൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ട് കാണാറുള്ളത് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതില്, അതായത് സാധാരണക്ക് അസാധാരണക്ക് അനുപസംഹരിക്ക് എക്സാമ്പിൾ ആണോ അതിന് എക്സാമ്പിൾ ആണോ നോക്കാണ്ടാവും. അല്ലെങ്കിൽ എന്താണ് ഈ അനുപസംഹരിയുടെ എക്സാമ്പിൾ ഇതിൽ ഏതാണ് ഒരുപാട് എക്സാമ്പിൾ തന്നിട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് മൈനർ ടേമിൽ ഓൾ എന്നുള്ള വാക്ക് ഓൾ ഇൻക്ലൂസീവ് ആണോ നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ അനുപസംഹരിയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ സവ്യാഭികാരയുടെ 3 ടൈപ്സ്. സാധാരണ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം വൈഡ് ആയിരിക്കും. ദെൻ അസാധാരണ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം നാരോ ആയിരിക്കും. അനുപസംഹരി എന്ന് പറയുമ്പോൾ മിഡിൽ ടേം ജസ്റ്റ് സബ്ജക്ട് റീസ്റ്റേറ്റ് ചെയ്തായിരിക്കും. ഓൾ ഇൻക്ലൂസീവ് മൈനർ ടേം ആയിരിക്കും അതിലുണ്ടാവുക. ഓക്കെ. ഇനി സാധാരണ അസാധാരണയുടെ കുറച്ച് ഒരു രണ്ട് കുറച്ച് കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ തന്നെയാണ്. മിഡിൽ ടേം ഈസ് വൈഡ്, ഇതിൽ മിഡിൽ ടേം ഈസ് നാരോ. പ്രസന്റ് ബോത്ത് സപക്ഷ ആൻഡ് വിപക്ഷ. നമ്മൾ എന്താണ് സപക്ഷ വിപക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിഡിൽ ടേം പോസിറ്റീവ് ആവുമ്പോ മേജർ ടേമും പോസിറ്റീവ് ആവും. അതാണ് സപക്ഷ എന്ന് പറയുന്നത്. വിപക്ഷ എന്ന് പറയുന്നത് മിഡിൽ ടേം നെഗറ്റീവ് ആവുമ്പോ നമ്മുടെ മേജർ ടേം നെഗറ്റീവ് ആവും. അപ്പൊ ഇത് രണ്ടിലും വരും സാധാരണയില്. അതായത് ഒന്നിൽ തന്നെ രണ്ടെണ്ണം വരിക. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു ഫാലസി ഉണ്ട് എന്നാ പറഞ്ഞത്. പക്ഷെ അസാധാരണയിൽ പ്രസന്റ് നെയ്തർ ഇൻ സപക്ഷ നോർ ഇൻ വിപക്ഷ. രണ്ടും ഇതിൽ പ്രസന്റ് അല്ല എന്ന് പറയുന്നത്. കാരണം എന്താണ്? മിഡിൽ ടേം ഓൺലി പ്രസന്റ് ടു ബിലോങ് ടു പക്ഷ. മിഡിൽ ടേം ഇവിടെ നോക്കൂ. ഇവിടെ മിഡിൽ ടേം എന്താണ്? ഇവിടെ ഈ നമ്മൾ കഴിഞ്ഞ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് പറയാം. അസാധാരണയിൽ ഇവിടെ എന്താണ്? മിഡിൽ ടേം ഈ എക്സാമ്പിൾ തന്നെയാണല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ള ഈ ഒരു ഓഡിബിൾ എന്നുള്ളത് സൗണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു എറ്റേണിറ്റിയിൽ എന്താണ് പ്രൂവ് ചെയ്യാൻ മാത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് സപക്ഷയിലും വിപക്ഷയിലും ഇത് പ്രസന്റ് അല്ല, അസാധാരണ എന്ന് പറയാം. നിങ്ങൾ എക്സാമ്പിൾ, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് വൈഡും നാരോ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ കിട്ടും. ഇനി ചിലപ്പോ എന്തുണ്ടാവും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ഇതിൽ സാധാരണയുടെ പിന്നെ ഫീച്ചർ അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റുകൾ ഓർത്തിരിക്കട്ടെ. പ്രസന്റ് ഇൻ ബോത്ത് സപക്ഷ ആൻഡ് വിപക്ഷ, പ്രസന്റ് നെയ്തർ ഇൻ സപക്ഷ നോർ വിപക്ഷ. അത് രണ്ടും അതിന്റെ ഒരു വ്യത്യാസമാണ് കേട്ടോ. ഓക്കെ. പിന്നെ എക്സാമ്പിൾ നോക്കുക. അതാണ് സാധാരണ അസാധാരണയുടെ. ഇനി മൂന്നാമത്തെ ഫാലസിയാണ് സത് പ്രതിപക്ഷ. ഓക്കെ.
അതിന് ഇൻഫ്ലുവൻഷ്യലി കോൺട്രാഡിക്റ്റഡ് മിഡിൽ എന്നും പറയാറുണ്ട്. സത് പ്രതിപക്ഷ കേട്ടോ. വാക്കുകളൊക്കെ ഒന്ന് എഴുതിയൊക്കെ പഠിച്ചു നോക്കുക, മറന്നു പോകരുത്. ഇതില് 2 ഇൻഫറൻസ് ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കൂ. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെ എന്താണ് 2 ഇൻഫറൻസ് ഉള്ള ഒരു ആർഗ്യുമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇത് നോക്കൂ. വെൻ എ ഹേതു ഈസ് അഡ്വാൻസ്ഡ് എസ്റ്റാബ്ലിഷ് എ പെർട്ടിക്കുലർ സാധ്യത, അതായത് ഒന്നിലെ മിഡിൽ ടേം, ഒന്നാമത്തേതിലെ മേജർ ടേം, രണ്ടാമത്തെ ഇൻഫറൻസിന്റെ മിഡിൽ ടേം കൊണ്ട് എന്ത് ചെയ്യുക, അവിടെ ഒരു കോൺട്രാഡിക്ഷൻ സംഭവിക്കുകയാണ്. ഇവിടെ നോക്കൂ എന്താണ് സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞു. എന്നിട്ട് വീണ്ടും എന്താ തൊട്ടപ്പുറത്ത് തന്നെ പറയുന്ന എന്താണ്, സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് പ്രൊഡ്യൂസ്ഡ്. ഈ ആദ്യത്തെ എറ്റേണലിനെ രണ്ടാമത്തേതിലുള്ള ഈ ഒരു മിഡിൽ ടേം കൊണ്ട് എന്ത് ചെയ്യാണ്, അവിടെ ഒരു കോൺട്രാഡിക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. എറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്, ആദ്യമല്ല അവസാനമല്ല. പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ നമ്മൾ ആരോ പ്രൊഡ്യൂസ് ചെയ്തതാണ്, അതിന് കുറച്ച് കാലത്തെ കാലാവധി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് 2 കോൺട്രാഡിക്ടറി ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്, 2 ടേംസുകളാണ് എറ്റേണൽ, പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാല്. അപ്പോ 2 ഇൻഫറൻസ് തരികയും ഒന്നാമത്തെ മേജർ ടേമിനെ രണ്ടാമത്തെ മിഡിൽ ടേം കൊണ്ട് അവിടെ ഒരു കോൺട്രാഡിക്ഷൻ നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഫാലസി, അവിടെ ഒരു ഫാലസി ആണ് സത്പ്രതിപക്ഷ. മനസ്സിലായോ? എങ്ങനെ നോക്കിയാൽ മതി. സത്പ്രതിപക്ഷൊക്കെ നിങ്ങൾക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ സുഖമാണ്. ഒന്നും വേണ്ട, 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, 2 ഇൻഫറൻസുകൾ ഉണ്ടാവും. ഒന്നാമത്തേതിലെ രണ്ടാമത്തേത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത്. അത്ര നോക്കിയാൽ മതി. ഓക്കെ. ഇവിടെ എറ്റേണാലിറ്റിയെ രണ്ടാമത്തെ മിഡിൽ ടേം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കോൺട്രാഡിക്ഷൻ ചെയ്യുന്നത്. അപ്പോ സത്പ്രതിപക്ഷന്റെ എക്സാമ്പിൾ നോക്കാൻ സുഖമാണ്. 2 ഇൻഫറൻസ് ഉണ്ടോ നോക്കുക. ഒന്നാമത്തേതിൽ എന്താണ്, ഒന്നാമത്തേതിന്റെ മേജർ ടേമിന് രണ്ടാമത്തെ മിഡിൽ ടേം കൊണ്ട് ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് എറ്റേണൽ എന്ന് പറഞ്ഞാൽ എറ്റേണാലിറ്റിയെ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ 2 എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡുകളാണ്. ഓക്കെ, ക്ലിയർ ആണോ? അല്ല ഗൈസ്, ഇവിടെ എന്താണ് 2 ഇൻഫറൻസ് ഉണ്ടാവും, അത് നോക്കുക. 2 ഇൻഫറൻസ് ഉണ്ടാവും. ഒന്നാമത്തേതിലെ എന്താണ് മേജർ ടേമിനെ രണ്ടാമത്തെ മിഡിൽ ടേം കൊണ്ട് എന്ത് ചെയ്യാണ് ഇവിടെ കോൺട്രാഡിക്ഷൻ സംഭവിക്കുക. അതായത് ഒന്നാമത്തേതിന്റെ നേരെ വിപരീത രണ്ടാമതും വരുന്ന ഒരു 2 ഇൻഫറൻസുകളാണ് എന്നുണ്ടെങ്കിൽ അത്രയെങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതായത് സത്പ്രതിപക്ഷ എന്ന് പറയുമ്പോ ഇങ്ങനെ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ, ഇത് മനസ്സിലായോ? അതായത് ഇങ്ങനെ ഒരു സെന്റൻസും തന്നു, സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസർ. ഇങ്ങനെ 2 ഇൻഫറൻസ് ഒറ്റ സെന്റൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാല് ഇവിടെ സൗണ്ട് ഈസ് എറ്റേണൽ, സൗണ്ട് എറ്റേണൽ ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ എന്താ പറയുന്നത്, സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ആ ഒരു ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യാണ്, കോൺട്രാഡിക്ട് ചെയ്യണം. അതിനെന്താണ് ഇല്ല എന്ന് പറയാം. ആദ്യത്തത് ഉണ്ട്, എറ്റേണൽ ആണ് എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ എന്താണ്, അതിലൊരു ഫാലസി ഇല്ലേ, ആദ്യം പറയാ, പിന്നെ ആ സെയിം സെന്റൻസിൽ തന്നെ രണ്ടാമത്തെ ഇല്ല എന്നും പറഞ്ഞു. അത്രയെങ്കിലും മനസ്സിലാക്കുക. അതായത് ഇവിടെ സംഭവിക്കുന്ന ആക്ച്വലി എന്താണ്, ഇവിടുത്തെ മേജർ ടേമിനെ ഇവിടുത്തെ രണ്ടാമത്തെ മിഡിൽ ടേം കോൺട്രാഡിക്ട് ചെയ്യാണ്. ആക്ച്വലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാൽ മതി. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കോൺട്രാഡിക്ട് ചെയ്യാം, എന്താണ് എതിർക്കണ്, അത് നേരെ വിപരീതം പറയാം, ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. അതിനാണ് സത്പ്രതിപക്ഷ. അതായത് ഒരു സെന്റൻസിൽ തന്നെ 2 വിപരീതം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടോ? ആദ്യം ഒന്ന് ഉണ്ട് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഒരു ആദ്യം ഒന്നില് ഒരു സെന്റൻസിൽ ഇന്ന് ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിലൊരു അർത്ഥം ഉണ്ടോ? അതുപോലെ തന്നെ ഒരു സെന്റൻസിൽ തന്നെ 2 എന്താണ് ഉണ്ട് എന്നും ഇല്ല എന്നും ഉള്ള, അതായത് സൗണ്ട് എറ്റേണൽ ആണ് ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ട് ഓഡിബിൾ ആണ് എന്നതുകൊണ്ട് എറ്റേണൽ അല്ല, അത് വേറൊരു കോൺട്രാഡിക്ഷൻ അവിടെ ഉണ്ട്. എങ്കിലും ആ ഒരു സെന്റൻസിൽ തന്നെ പറയാണ് നമ്മൾ സൗണ്ട് ഈസ് നോൺ എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോ പ്രൊഡ്യൂസ്ഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എറ്റേണൽ അല്ല എന്നാണ് അർത്ഥം. മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ഹലോ,
മിഡിൽ ടേമിനല്ലേ കോൺട്രഡിക്റ്റ് ചെയ്യുന്നത് ഇവിടെ? അതെ, മിഡിൽ ടേം ആണ് കോൺട്രാക്ട് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ താഴെ കണ്ടോ, മിഡിൽ ടേം ഓഫ് ദ ഫസ്റ്റ് ഓഡിബിൾ. ഇവിടെ എന്താണ് കോൺട്രാഡിക്റ്റഡ് ടു പ്രൊഡ്യൂസ്ഡ്. മിഡിൽ ടേമിനെയാണ് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇതിന് എറ്റേണാലിറ്റിയാണ് അത് ബാധിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ആക്ച്വലി മിഡിൽ ടേം തമ്മിലാണ് കോൺട്രാക്ട് ചെയ്യാന്നുള്ളത് അതിന്റെ ഒരു ഇതിലുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എന്താ ഡെഫിനിഷൻസിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു എറ്റേണാലിറ്റിയാണ് അത് ബാധിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നത് ഓഡിബിലിറ്റി പ്രൊഡ്യൂസ്ഡ് ആണ്, പക്ഷെ ആ എറ്റേണാലിറ്റി ആണ് ഇവിടെ ബാധിക്കുന്നത്. ഇവിടെ മിഡിൽ ടേമിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിസൾട്ടിനെ അല്ലേ ബാധിക്കാതെ. മനസ്സിലായോ? ക്ലിയർ അല്ല? ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഒന്ന് നോക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. ഇത് ഇവിടെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആദ്യം ഒരു സെന്റൻസ് അതിന് നേരെ കോൺട്രാഡിക്ഷൻ മറ്റു സെന്റൻസ് ആയാലും ഒന്നാമത്തെ സെന്റൻസിൽ രണ്ടാമത്തെ ഇൻഫറൻസ് കോൺട്രാഡിക്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പറയുന്നത് മിഡിൽ ടേമുകൾ തമ്മിലാണ് നിങ്ങൾ പ്രൊഡ്യൂസ്ഡ് ഓഡിബിൾ എന്നുള്ളതിൽ നമ്മളൊരു കോൺട്രാഡിക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യൂല, ഒരു ഐഡിയ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ റിസൾട്ട് എടുത്ത് പറയുന്നത്. എറ്റേണാലിറ്റിയാണ് ഇവിടെ മിഡിൽ ടേമുകൾ തമ്മിൽ കോൺട്രാഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എറ്റേണാലിറ്റിയെ പ്രൊഡ്യൂസ്ഡ് എറ്റേണാലിറ്റി എന്നതിനെ അത് ബാധിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ, ബാധ്യത. ഇറ്റ് ഈസ് ദ നോൺ ഇൻഫറൻഷ്യലി കോൺട്രാഡിക്റ്റഡ് മിഡിൽ. ഇത് എന്ന് പറഞ്ഞാല് ഹിയർ ദ മിഡിൽ ടേം ഈസ് കോൺട്രാക്റ്റഡ് ബൈ സം അതർ സ്ട്രോങ്ങർ മീൻസ് ഓഫ് നോയിങ് പ്രമാണാസ് ലൈക്ക് പെർസെപ്ഷൻ, ടെസ്റ്റിമണി. ഇങ്ങനെ തന്നു കഴിഞ്ഞാല് ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്സ്റ്റൻസ്. ഇവിടെ നോക്കൂ, ഈ ഫയർ ഈസ് കോൾഡ് എന്നുള്ളത് നമ്മളെ ഒരു എന്താ പെർസെപ്ഷൻ വഴി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒരു കോൺട്രാഡിക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഈ ബാധ്യത എന്ന് പറയുന്ന ഫാലസിയിൽ സംഭവിക്കുന്നത് ഫയർ ഈസ് കോൾഡ്. ഫയർ കോൾഡ് ആണോ? അല്ല. ബിക്കോസ് ഇറ്റ് ഈസ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഫയർ കോൾഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമ്മളൊരു പെർസെപ്ഷൻ വഴി തന്നെ പെർസെപ്ഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മളെ ഓർഗൻസ്, അതായത് സെൻസറി ഓർഗൻസ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അറിവുകൾക്ക് നോളജുകളിലാണ് നമ്മൾ പെർസെപ്ഷൻ വഴി കിട്ടുന്നത്. അപ്പോൾ ഫയർ ഈസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ പെർസെപ്ഷൻ വഴി എന്താണ് നമുക്ക് ഇതെന്ത് ചെയ്യാണ്, ഇതൊരു ഫാലസി ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫയർ ഈസ് കോൾഡ് അല്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫാലസി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ബാധ്യത. ഈ ഒരു കൂടുതലായിട്ടും ഈ ഒരു എക്സാമ്പിളൊക്കെ തന്നെയാണ് നമ്മളെ മെയിൻ എക്സാമിനൊക്കെ കാണാറ്. ഓക്കെ, ഫയർ ഈസ് കോൾഡ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാഡിക്റ്റഡ് ആയിട്ടുള്ള പിന്നെ വേർഡ്സുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ പെർസെപ്ഷൻ വഴി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കോൺട്രാഡിക്ഷൻ ഉള്ള വാക്കുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് ബാധ്യത. ഓക്കെ, ദെൻ വിരുദ്ധ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, കോൺട്രാഡിക്റ്ററി മിഡിൽ ആണ് ഇതിന് പറയാ. ഇവിടെ സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നേരത്തെ നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ, സത്പ്രതിപക്ഷയിൽ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞു എറ്റേണാലിറ്റി എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് എന്നുള്ള. ആക്ച്വലി ഇവിടെ മേജർ ടേമിനെ പ്രൊഡ്യൂസ്ഡ് എന്നുള്ള ഈ ഒരു മിഡിൽ ടേം നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. ഇവിടെ പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, അൺപ്രൂവ് ചെയ്തിട്ടാണ് അല്ലേ. പ്രൂവ് ഇവിടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നോൺ എക്സ്റ്റേണാലിറ്റി ആണ്. അത് എറ്റേണൽ അല്ലാത്ത, എക്സ്റ്റേണാലിറ്റി അല്ല കേട്ടോ, ഒരു എക്സ് ഇവിടെ കൂടിയിട്ടുണ്ട്, എറ്റേണാലിറ്റി ആണ്. ഓക്കെ, സൗണ്ട് ഈസ് എറ്റേണൽ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാല് നോൺ എറ്റേണാലിറ്റി ആണ്, ഇന്നോ ഇന്നലെ ഉണ്ടായതാണ്. ആക്ച്വലി ഇതിനെ പ്രൂവ് ചെയ്യേണ്ടതിന് പകരം ഇവിടെ എന്താണ്, പ്രൂവ് ചെയ്യല്ല ചെയ്തത് അല്ലെ, എന്നെ ഡിസപ്രൂവ് ചെയ്യാണ് ചെയ്തത്. അങ്ങനെ ഒന്ന് വന്നാൽ ഇതിനാണ് നമ്മൾ എന്ത് പറയാ, വിരുദ്ധ എന്ന് പറയുന്നത്. ഓക്കെ, ദ മിഡിൽ ടേം ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പെർവേർഡ് ബൈ ദ പ്രസൻസ് ഓഫ് മേജർ ടേം ഇസ് പെർവേർഡ് ബൈ ദ സബ്സ്റ്റൻസ് ഓഫ് മേജർ ടേം. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആക്ച്വലി ഈ ഒരു മിഡിൽ ടേം നമ്മളെ മേജർ ടേമിനെ പ്രൂവ് ചെയ്യുകയാണ് ആക്ച്വലി ശരിക്കും വേണ്ടത്. ഇവിടെ പ്രൂവ് ചെയ്യുന്നതിന് പകരം നേരെ എന്ത് ചെയ്തു, ഡിസപ്രൂവ്, അതായത് പ്രൂവ് ചെയ്യല്ല ചെയ്തത്, നേരെ മറിച്ച് എറ്റേണൽ അല്ല, നോൺ എറ്റേണാലിറ്റി ആണ് എന്ന് കാണിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് വിരുദ്ധ ഫാലസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു
സെന്റൻസിൽ തന്നെ എന്തുണ്ട്, രണ്ട് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള കോൺട്രാഡിക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധയും രണ്ട് ഇൻഫറൻസ് തന്നിട്ട് അതിലാണ് കോൺട്രാഡിക്ഷൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിന് സത്പ്രതിപക്ഷ, അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, സത്പ്രതിപക്ഷയും വിരുദ്ധയും. ഓക്കെ, ഒറ്റ സെന്റൻസിൽ തന്നെ രണ്ട് കോൺട്രാഡിക്ഷൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് വിരുദ്ധയും, രണ്ട് സെന്റൻസുകളിൽ തന്നിട്ടാണെങ്കിൽ അത് സത്പ്രതിപക്ഷ. അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എക്സാമ്പിളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഫാലസികളിൽ ഇനി ഡൗട്ട് ഉള്ളതുണ്ടോ? സത്പ്രതിപക്ഷ ആണല്ലേ ഇപ്പോഴും നിങ്ങൾക്കൊരു ഇതായിട്ട് നിൽക്കുന്നത്? വേറെ ഏതെങ്കിലും ഉണ്ടോ? എക്സാമ്പിൾസിൽ നോക്കാം. ക്ലിയർ ആണോ? ഇതിലേതെങ്കിലും വിരുദ്ധ, ബാധിത, സത്പ്രതിപക്ഷ, സവ്യാഭികാര, അസിദ്ധ, ഇത്രയാണ് ശരിക്കും നമ്മുടെ സിലബസിലുള്ളത്. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാനുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഏതെങ്കിലും ഫാലസീസ് പറയേണ്ടതായിട്ടുണ്ടോ ഗൈസ്? ഇനി ന്യായ സിലോജിസവും അരിസ്റ്റോട്ടിലിയൻ സിലോജിസവും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ഒന്ന് നോക്കാം. അരിസ്റ്റോട്ടിലിയൻ സിലോജിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്? നമ്മളെ വെസ്റ്റേൺ സിലോജിസത്തിനാണ് കേട്ടോ അരിസ്റ്റോട്ടിലിയൻ സിലോജിസം എന്ന് പറയാ. അത് മറക്കരുത്. ഇതാണ് നമ്മളെ വെസ്റ്റേൺ സിലോജിസം. ആദ്യം നമ്മൾ പഠിച്ച സിലോജിസം. ന്യായ സിലോജിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യൻ സിലോജിസം. ഓക്കെ, അതിൽ ന്യായ സിലോജിസത്തിൽ ന്യായ സിലോജിസത്തിൽ 5 പ്രപ്പോസിഷൻ ഉണ്ട്. നമ്മൾ 5 പ്രപ്പോസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ന്യായ സിലോജിസത്തിൽ 5 പ്രപ്പോസിഷൻ? ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് സംസാരിച്ചേ, എന്ന് പറഞ്ഞേ. ന്യായ സിലോജിസത്തിൽ 5 പ്രപ്പോസിഷൻ, വാട്ട് ആർ ദേ? മറന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സ്റ്റെപ്സ് നമ്മളൊരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ന്യായ സിലോജിസത്തിൽ 3 പ്രപ്പോസിഷൻസും ആണ്. അരിസ്റ്റോട്ടിൽ വെസ്റ്റേൺ സിലോജിസത്തിൽ 3 പ്രപ്പോസിഷൻസും ആണ്. ന്യായയിലെ 5ഉം അരിസ്റ്റോട്ടിലിയൻ സിലോജിസത്തിൽ 3 പ്രപ്പോസിഷൻ. അരിസ്റ്റോട്ടിൽ സിലോജിസത്തിൽ 3 പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണ്? പ്രിമൈസ് 1, പ്രിമൈസ് 2 ആൻഡ് കൺക്ലൂഷൻ. ന്യായ സിലോജിസത്തിൽ ഏതായിരുന്നു? പ്രതിജ്ഞ, ഹേതു, ബാക്കി വരട്ടെ. ഉദാഹരണ, ഉപനയ, നിഗമന. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ ആ ഒരു അത് കഴിഞ്ഞ മുന്നത്തെ സ്ലൈഡിലൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു. ഇതാ ഈ പരാർത്ഥ അനുമാനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 സ്റ്റെപ്പ് വഴിയാണ് നമുക്കൊരു കൺക്ലൂഷൻ കിട്ടുന്നത്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഈ 5 സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ന്യായ സിലോജിസത്തിലെ 5 പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഞാൻ എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടന്റ്. അതിന്റെ ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ തെറ്റിച്ച് ചോദിക്കാറുണ്ട്. ഓക്കെ, അതാണ് ന്യായ സിലോജിസത്തിലെ 5 പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ സിലോജിസത്തിലെ അപ്പോ 3 പ്രപ്പോസിഷൻസ് ആണ് ഉള്ളത്. ഇനി ന്യായ സിലോജിസം ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, ഫോർമൽ ആൻഡ് മെറ്റീരിയലിസ്റ്റിക് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഡക്റ്റീവും ഇൻഡക്റ്റീവും വരുന്നുണ്ട്. അതായത് ആ 5 പ്രപ്പോസിഷൻസ് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. കുറെ എന്താണ് ജനറൽ ടു സ്പെസിഫിക് എന്നുണ്ടാവും, കുറെ ചിലത് സ്പെസിഫിക് ടു ജനറലിലേക്കൊക്കെ പോകുന്നതുണ്ടാവും. അതുകൊണ്ടാണ് ന്യായ സിലോജിസം എന്താണ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഫോർമൽ ആണെന്ന് പറയുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാല് എന്താണ് ഒബ്സർവേഷൻ, അതായത് എംപിരിക്കൽ ഒബ്സർവേഷന്റെ ബേസിലാണ് എന്ത് ന്യായ സിലോജിസം. അതായത് എപ്പോഴും നമ്മൾ എന്താണ് നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കണ്ടെത്തുന്നതുകൊണ്ടാണ് ന്യായ സിലോജിസം. അതുകൊണ്ടാണ് മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയുന്നത്. അരിസ്റ്റോട്ടിൽ സിലോജിസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഡക്റ്റീവ് ആൻഡ് ഫോർമൽ. ഇതൊക്കെ നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ന്യായ സിലോജിസത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൾ 3 ടേംസ് സ്റ്റാൻഡ് സിന്തസൈസ്ഡ് ഇൻ ഉപനയ. ഉപനയയില്
ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ടാണ് നല്ലോണം ശ്രദ്ധിക്കുക. ഉപനയയില് 3 ടേമുകളും സിന്തസൈസ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് കൂടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? അതായത് ഉപനയയിൽ എന്തായിരുന്നു? ഉപനയയിൽ ദ അപ്ലിക്കേഷൻ ഓഫ് യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ടു പ്രസന്റ് കേസ് ആണ്. ഇവിടെ എന്താണ്? യൂണിവേഴ്സൽ ലോ ഉണ്ട്, അതുപോലെ തന്നെ സ്പെസിഫിക് ഇൻസ്റ്റൻസും റീസൺ എക്സാമ്പിളും 3 കാര്യം ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ടാണ് എന്ത് ഉപനയയിൽ 3 ടേം എക്സിസ്റ്റ് ചെയ്യുന്ന സിന്തസൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. അതായത് യൂണിവേഴ്സൽ ലോ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? അതുപോലെ തന്നെ പ്രസന്റ് കേസ് ഉണ്ട്. പ്രസന്റ് അതായത് നമ്മൾ പറയും ഹിയർ ഈസ് ദ സെയിം ടൈപ്പ് ഓഫ് സ്മോക്ക് ഓൺ ദ ഹിൽ അന്ന്. അതുപോലെ തന്നെ എന്താണ്? ഒരു എക്സാമ്പിളും പ്രസന്റ് കേസ് എക്സാമ്പിളും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് ഉപനയയിൽ നമ്മൾ 3 ടേമുകളും. ഇനി ഏതൊക്കെയാണ് 3 ടേം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് യൂണിവേഴ്സൽ ലോ എന്താണ്? യൂണിവേഴ്സൽ ലോ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു, പ്രസന്റ് കേസ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സാമ്പിളിന്റെയും പൂർണ്ണ രൂപം ഇവിടെ ഉള്ളത് കൊണ്ടാണ് 3 ടേമുകൾ ഈ ഒരു ഉപനയയിലാണ് ഒരുമിച്ച് കൂടുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ലോ, പ്രസന്റ് കേസ് ആൻഡ് എക്സാമ്പിൾ. ഓക്കെ, അതാണ് ഉപനയയിൽ നമ്മൾ 3 ടേംസ്. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഏത് സ്റ്റെപ്പിലാണ്, ഏത് സ്റ്റേജിലാണ് 3 ടേമുകൾ സിന്തസൈസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അത് ഉപനയയിലാണ്. പക്ഷെ അരിസ്റ്റോട്ടിൽ സിലോജിസത്തിൽ മേജർ ടേമും മൈനർ ടേമും സ്റ്റാൻഡ് അപ്പാർട്ട് ഫ്രം പ്രിമൈസ്. പ്രിമൈസുകളിൽ എന്താണ്? കൺക്ലൂഷനിൽ മാത്രമാണ് അവർ ഒരുമിക്കുന്നത്. പക്ഷെ എന്താണ്? ലാസ്റ്റ് പിന്നെ കൺക്ലൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ മിഡിൽ ടേം ഉണ്ടാവില്ല. അപ്പൊ ഒറ്റ ടേമിൽ എന്ത് ചെയ്യുന്നില്ല? അരിസ്റ്റോട്ടിൽ സിലോജിസത്തിൽ 3 ആളും ഒരുമിക്കുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ ന്യായ സിലോജിസം എന്ന് പറഞ്ഞാൽ നോട്ട് വെർബലിസ്റ്റിക് ആണ്. അരിസ്റ്റോട്ടിൽ സിലോജിസം വെർബലിസ്റ്റിക്. വെർബലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജിന് ഒക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്നുള്ളത്. ലാംഗ്വേജ്, ഗ്രാമർ, ഇതിനൊക്കെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എപ്പോഴും വെസ്റ്റേൺ സിലോജിസം ആണ്. ന്യായ സിലോജിസം അതിനൊന്നും വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ന്യായ സിലോജിസം അരിസ്റ്റോട്ടിൽ സിലോജിസം തമ്മിലുള്ള മേജർ ഡിഫറൻസ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ വരാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാട്ടോ, ഞാൻ നോക്കുന്നുണ്ട്. Question and answer. What type of cognition is beyond the ambit of perception? ബിയോണ്ട് ദ പെർസെപ്ഷൻ ഏതായിരുന്നു? നമ്മൾ അനുമിതിയാണോ, ഉപമിതിയാണോ, നിർവികൽപക പ്രത്യക്ഷ, സവികൽപക പ്രത്യക്ഷ? ഏതാണ് ബിയോണ്ട് ദ പെർസെപ്ഷൻ? അനുമിതി, ഉപമിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെർസെപ്ഷന്റെ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അനുമിതി എന്ന് പറയുമ്പോ പിന്നെ ഇതിൽ വിടും, അതുമായി ബന്ധപ്പെട്ടതാണ്. ഉപമിതി അല്ല. അപ്പോ നമുക്ക് പെർസെപ്ഷന്റെ ഇതിലുള്ളത് 2 നിർവികൽപ പ്രത്യക്ഷയും സവികൽപ പ്രത്യക്ഷയാണ്. അപ്പൊ അതിൽ ഏതാണ് ബിയോണ്ട് ദ പെർസെപ്ഷൻ? ഡി ആണോ? ബിയോണ്ട് ദ പെർസെപ്ഷൻ നിർവികൽപകയല്ലേ? അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പെർസെപ്ഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാർ ഡ്രൈവിംഗിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിയോണ്ട് ദ പെർസെപ്ഷൻ നമുക്ക് അറിയുന്നതിന് മുന്നേ, അതിനാണ് നിർവികൽപക എന്ന് പറയുന്നത്. സവികൽപക എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡെപ്ത് ആയിട്ടുള്ള പെർസെപ്ഷൻ ആണ്. അതായത് നമ്മൾ കാർ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മളെ അറിവുകൾ, അതിനാണ് സവികൽപക പറയാം. അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രത്യേക, അതിനാണ് സവികൽപക എന്ന് പറയുന്നത്. നിർവികൽപകയാണ് ഇവിടെ. സി ആണ് കേട്ടോ ആൻസർ. Okay, second question. Which one of the following pramana is accepted in Vaisheshika philosophy? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ഇന്ത്യൻ സ്കൂളുകളിലും ഏതൊക്കെ പ്രമാണാസ് ആണ് വാലിഡ് ആയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷയാണ്, അനുമാന, ഉപമാന, ശബ്ദ, അർത്ഥപതി. ഇതിൽ ഏതാണ് വൈശേഷിക ഫിലോസഫി? ഏതൊക്കെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെ പ്രമാണാസിനെയാണ് ആക്സെപ്റ്റ്? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ധാരാളം കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഓരോ ഇന്ത്യൻ സ്കൂളുകളിലും ഏതൊക്കെ പ്രമാണാസാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പഠിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾ ഏതൊക്കെയാണെന്നുള്ള എയും ബി ആണെങ്കിൽ എയും ബിയും, സി ആണെങ്കിൽ ABC അങ്ങനെ ഇട്ടാൽ മതി. ഏതൊക്കെയാണ് വൈശേഷികയിൽ?
ബി മാത്രമേ ഉള്ളൂ. യെസ്, പ്രത്യക്ഷ അനുമാനയാണ് വൈശേഷിക ആക്സെപ്റ്റ് ചെയ്യുന്നത്. എ ആൻഡ് ബി ആണ് കറക്റ്റ് കേട്ടോ. പ്രത്യക്ഷ അനുമാനം അതൊക്കെ മനസ്സിലാവാനൊന്നുമില്ല, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്ത് അത് പഠിച്ചു വെക്കുക. ഓക്കെ. Then third question, arrange the sequential order of syllogism in ന്യായ philosophy. ന്യായ സിലോജിസത്തിന്റെ ഓർഡർ എന്താ ഞാൻ പറഞ്ഞത്, ഗിവൺ എലമെന്റ്സ്, പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, നിഗമന, ഉപനയ, ഇതിന്റെ ഓർഡർ നിങ്ങൾ ABCDEF അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ACDE ആണെങ്കിൽ അങ്ങനെ എഴുതുക. Come on, answers വരട്ടെ. ഓക്കെ, കറക്റ്റ് ആണ്. ABCED. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണ, ഉപനയ, നിഗമന. ഉപനയിലാണ് നമ്മൾ 3 ടേം സിന്തസൈസ് ചെയ്യുന്നത്. അതായത് 4ാമത്തെ സ്റ്റെപ്പിലാണ് കേട്ടോ ആ 3 സ്റ്റെപ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആണ്. യു ആർ കറക്റ്റ് ഗൈസ്. Fourth question, the distinction between പൂർവാവധ and ശേഷാവധി is made with reference to which of the following pramanas? ഏത് പ്രമാണയുടെ ബേസിലാണ് നമ്മൾ പൂർവാവധി ശേഷാവധി പിന്നെ എന്ന കാറ്റഗറൈസേഷൻ നടത്തിയത്? അനുമാനയാണോ, പ്രത്യക്ഷയാണോ, കമ്പാരിസൺ ആണോ, അഭാവയാണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ, ബിലോ ആവറേജ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പൂർവാവധി ശേഷാവധി എന്തിന്റെയാണ്? സി ആണോ? ആ പൂർവാവധി ശേഷാവധി എന്നുള്ളത് കമ്പാരിസൺ, അതായത് കമ്പാരിസൺ എന്നുള്ളത് ഇവിടെ പ്രമാണാസിന്റെയാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ പ്രമാണാസ് ഏതൊക്കെയാണ് ആദ്യം ക്ലിയർ ആയിട്ട് പഠിക്കണം. പ്രത്യക്ഷ ഒന്നാമത്തെ, പെർസെപ്ഷൻ അതാണ് ഒന്നാമത്തെ പ്രമാണ. രണ്ടാമത്തത് അനുമാന, ഇൻഫറൻസ്. മൂന്നാമത്തത് കമ്പാരിസൺ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആദ്യ പ്രമാണങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പൂർവാവധി ശേഷാവധി സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 കാറ്റഗറൈസേഷൻ. ഏതിനെയാണ് കാറ്റഗറൈസേഷൻ? പ്രത്യക്ഷയാണ്, അനുമാനയാണ്, കമ്പാരിസൺ, അഭാവമാണോ? യെസ്, അനുമാനയാണ് ഗൈസ്. നമ്മള് മുന്നത്തെ സ്ലൈഡ് കാണിക്കണം. അനുമാനയാണ് നമ്മള് പൂർവാവധി ശേഷാവധി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നേ? കണ്ടോ? അക്കോർഡിംഗ് ടു കോസൽ റിലേഷൻഷിപ്പ് പൂർവാവധി ശേഷാവധി സാമാന്യ അനുമാന. അനുമാനയാണ് കണ്ടോ, ഇവിടെ ഉണ്ടാവും. ഇതാ ടൈപ്സ് ഓഫ് അനുമാനയാണ്. അക്കോർഡിംഗ് ടു പർപ്പസ് സ്വാർത്ഥാനുമാന, പരാർത്ഥാനുമാന. അക്കോർഡിംഗ് ടു കോസ് ആൻഡ് എഫക്ട് പൂർവാവധി ശേഷാവധി. അക്കോർഡിംഗ് ടു നേച്ചർ ഓഫ് വ്യാപ്തി കേവല അന്വയി, കേവല വ്യതിരേകി, അന്വയ വ്യതിരേകി. ഓക്കെ, ഇത് നോക്കിയേ. And his participation in classroom is indifferent. His parents do not find him too active either, but his performance in examination range from below being good to outstanding. Therefore, he must be studying privately. പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് പ്രമാണയാണ്, ഏത് പ്രമാണം വെച്ചിട്ടുള്ള ഒരു നോളജ് ആണ് നമുക്ക് കിട്ടുന്നത് ഇത് വെച്ചിട്ട്? ആ പ്രമാണാസിന്റെ ക്ലാസ് നിങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേട്ട് മനസ്സിലാക്കണം കേട്ടോ. ഓരോ എന്താണ് പ്രമാണയിലും ഉപമാനയിൽ എങ്ങനെയാ പരസ്പരം ഉപമിച്ച് കമ്പയർ ചെയ്ത്, അനുമാനയിൽ ഇൻഫറൻസ് പറയും, അനുപലബ്ധിയിൽ എങ്ങനെയാണ്, അർത്ഥപതിയിൽ എങ്ങനെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവില്ല, അതായിരിക്കും ഇത്ര കൺഫ്യൂഷൻ. അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഡി ആണ്, അർത്ഥപതിയാണ്. അർത്ഥപതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, അതായത് കിട്ടുന്ന ആ ഒരു സർക്കംസ്റ്റൻസിലെ നോളജുകൾ അനുസരിച്ച് നമ്മൾ ഒരു എന്ത് ചെയ്യാണ്, ഒരു നിഗമനത്തിൽ എത്തുന്നത്. അതിനാണ് അർദ്ധപതി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അനിലിന്റെ പാർട്ടിസിപ്പേഷൻ ക്ലാസ് റൂമിൽ വളരെ വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളല്ല,
പക്ഷെ എക്സാമിൽ എന്താണ് അവന്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാണ് എന്ത് ആ ഒരു സാഹചര്യം വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മസ്റ്റ് ബി സ്റ്റഡിങ് പ്രൈവറ്റ്ലി, എന്താണ് അവൻ എന്ത് ചെയ്യാണ്, പ്രൈവറ്റ് ആയിട്ട് നല്ലോണം പഠിക്കുന്നുണ്ടാവും എന്ന് നമ്മളൊരു നിഗമനത്തിലേക്ക് എത്താണ്. അതിനാണ് നമ്മൾ അർത്ഥപതി എന്ന് പറയുന്നത്. അതായത് ഇംപ്ലിക്കേഷൻ, നമുക്കൊരു സൂചന കിട്ടിയിട്ട് നമ്മൾ ഒരു റിസൾട്ടിനെ അതിൽ നിന്ന് എന്താണ് അനുമാനിച്ചെടുക്കാണ്. ഓക്കെ, അതിനാണ് അർത്ഥപതി എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അർത്ഥപതി? അർത്ഥപതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പിന്നെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു സൂചനകളൊക്കെ കിട്ടും. അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താണ്. ഇപ്പൊ ക്ലാസ്സിൽ വല്ലാതെ പഠിക്കുന്ന ആള് എക്സാമിൽ നല്ല ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, അവൻ പ്രൈവറ്റ് ആയിട്ട് നല്ലോണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിക്കുന്നുണ്ടാവും എന്നുള്ളൊരു ആ ഒരു ഇതിൽ നിന്ന് കിട്ടാണ് നമുക്ക് ആ ഒരു നിഗമനം. ഓക്കെ, which of the following conditions are necessary for Anumana according to classical Indian logic? ഇത് നമ്മൾ മിഡിൽ ടേമിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞില്ലേ, ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആ 5 ഫീച്ചേഴ്സ് അറിയുന്നവർക്ക് ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിൽ ഏതൊക്കെയാണ്, ഒന്നാണെങ്കിൽ എ പറയാം, അല്ലെങ്കിൽ 1, 2 ഉണ്ടെങ്കിൽ എയും ബിയും പറയാം, സിയും ഡിയും ഒക്കെ പറയാം. ബി മാത്രാണോ? എയും ഇല്ലേ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹേതു, അതായത് കൊഗ്നിഷൻ ഓഫ് ഹേതു ഇൻ പക്ഷ മിഡിൽ ടേം എന്തിൽ വേണം, മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ റിലേഷൻ ഓഫ് ഇൻവാരിയബിൾ കമ്മിറ്റൻസ് ബിറ്റ്വീൻ മിഡിൽ ടേം ആൻഡ് മേജർ ടേം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ ആ 5 ഫീച്ചറിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഹേതു മിഡിൽ ടേം മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ എയും ബിയും ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. പക്ഷെ മേജർ ടേം മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. പിന്നെ മൈനർ ടേമിനെ മാത്രം നമുക്ക് എന്താണ് എക്സിസ്റ്റ് ചെയ്യണം, അതും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് മിഡിൽ ടേം മൈനർ ടേമിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നും പിന്നെ മിഡിൽ ടേമും മേജർ ടേമും തമ്മിൽ എന്താണ് ഇൻവാരിയബിൾ കൺകമിറ്റൻസ് ഉണ്ടാവണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എയും ബിയും ആണ് ആൻസർ കേട്ടോ. സെവൻത് വൺ, നോക്ക, കറക്റ്റ് ആയിട്ട് നോക്കണം. ഇൻ ടേംസ് ഓഫ് ഇന്ത്യൻ ലോജിക്, ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഈസ് ഇൻവാരിയബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ ഈസ് കാൾഡ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 5 സ്റ്റെപ്സ് എന്താണ് ഇന്ത്യൻ ലോജിസത്തിലെ 5 സ്റ്റെപ്സ് പഠിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പിലും എന്താണ് പറയുക, ഞാൻ ആ എടുത്ത സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൽ ദിസ് ഹിൽ ഹാസ് സ്മോക്ക് വിച്ച് ഈസ് ഇൻവാരിയബിളി അസോസിയേറ്റഡ് വിത്ത് ഫയർ, ഇതെന്താണ്? പ്രതിജ്ഞയാണോ? യൂണിവേഴ്സൽ എന്താണ് കൺകമിറ്റൻസ് ടുഗദർ വിത്ത് ആൻ എക്സാമ്പിൾ ആണോ? ഉപനയാണോ? കൺക്ലൂഷൻ ഓർ നിഗമനയാണോ? ദിസ് ഹിൽ ഹാസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഏതിലാണ് ഗൈസ്? നമ്മൾ ആ 5 സ്റ്റെപ്സിലും ഓരോന്നും എങ്ങനെയാണ് പറഞ്ഞത്, അതായത് ഓരോ സ്റ്റെപ്പിലും എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. അതൊരു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ സിമ്പിൾ ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഓക്കെ, സി ആണ്. ദ അപ്ലിക്കേഷൻ ഓഫ് യൂണിവേഴ്സൽ കൺകമിറ്റൻസ് ടു ദ പ്രസന്റ് കേസ് ദിസ് ഹിൽ ഹാസ് സ്മോക്ക്. നമ്മൾ പറയുന്നത് എന്താണ്, ഈ ഒരു പ്രസന്റ് കേസിലേക്ക് ആ യൂണിവേഴ്സൽ കൺകമിറ്റൻസ് എന്താണ് പിന്നെ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഉപനയ അല്ലെങ്കിൽ എന്ന് പറയാ. കണ്ടോ, ദിസ് ഹിൽ ആ ഒരു ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല, ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ഗൈസ്. പ്രതിജ്ഞയിൽ എന്താണോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അതാണ്. ഹേതുവിൽ എന്താണ്, ബിക്കോസ് ദർ ഇസ് എ സ്മോക്ക് ഓൺ ദ ഹിൽ, കാരണമാണ് പറയുന്നത്. ഉദാഹരണയിൽ എന്താണ് പറയുന്നത്, ആ യൂണിവേഴ്സൽ പിന്നെ എന്താണ് റൂള് മാത്രമാണ് പറയുന്നത് ഉദാഹരണയിൽ, പ്രസന്റ് കേസിന് എടുത്ത് പറയുന്നില്ല. ഉപനയിലാണ് എന്താണ്
ഹിയർ ഈസ് ദ സെയിം ടൈപ്പ് ഓഫ് സ്മോക്ക് ഓൺ ദ ഹിൽ. എക്സാമ്പിളും പറയുന്നുണ്ട്, യൂണിവേഴ്സൽ റൂളും പറയുന്നുണ്ട്. മനസ്സിലായോ? അതാണ് പറയുന്നത്. പ്രസന്റ് കേസും യൂണിവേഴ്സൽ കൺകമിറ്റൻസും ഏതിലാണെന്നാ പറയുന്നത്? അത് ഉപനയിലാണ്. ഉദാഹരണം മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ആ യൂണിവേഴ്സൽ ബന്ധത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? ആ കാരണത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു പറഞ്ഞത്? എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അതാണ് പറഞ്ഞത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് നോക്കൂ. ആ യൂണിവേഴ്സൽ കൺകമിറ്റന്റ് ബന്ധത്തെ പറഞ്ഞതോടൊപ്പം തന്നെ ആ പ്രസന്റ് കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹിയർ ഈസ് ദ സെയിം ടൈപ്പ് ഓഫ് സ്മോക്ക് ഓൺ ദ ഹിൽ. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതും. ഓക്കെ, അതാണ് ചോദിച്ചത്. ദിസ് ഹിൽ ഹാസ്, അതായത് പ്രസന്റ് കേസിനെ പറഞ്ഞത്. അതൊന്നും കൂടി ഒന്ന് ആ ക്ലാസ് ഒന്ന് ഇരുത്തി കേട്ട് കഴിഞ്ഞാൽ ആ ഒരു എക്സാമ്പിളും അതിൽ എന്താണ് ഉൾക്കൊള്ളിക്കുന്നത് ആ എഴുതി ഒന്ന് കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ഇനി ഉപമിതി ഈസ് ഡിഫൈൻ ആസ്, പറഞ്ഞേ. ഉപമാന മീൻസ് ഉപമിതി, ഉപമിക്കുന്നത് എന്നർത്ഥം കേട്ടോ. ഉപമിതി എന്ന് പറയുമ്പോൾ ഉപമിക്കുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. എന്തിനെയാണോ നമ്മൾ ഉപമിക്കുന്നത് അതിനാണ് ഉപമിതി എന്ന് പറയാട്ടോ. എ ആണ് ഗൈസ്. എങ്ങനെയാണ് ഡി വരുന്നത്? ഉപമിതി is defined as knowledge of the relation between a word and its denotation. ഒരു വേർഡും അതിന്റെ ഡിനോട്ടേഷനും തമ്മിലുള്ള ഒരു ബന്ധം. ഉപമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു വേർഡും അതിന്റെ ഡിനോട്ടേഷനും. ഓക്കെ, അതുപോലെയുള്ള ഒരു വേറൊരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും? രണ്ടും ഒരേ പോലെയുള്ള സാധനങ്ങളെ നമ്മൾ ഉപമിക്കും. അതുപോലെ തന്നെ ഒരു വേർഡും അതിന്റെ ഡിനോട്ടേഷൻ എന്താണോ അർത്ഥമാക്കുന്നത് അതല്ലേ ഡിനോട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് 2 ആൾസോ കറക്റ്റ്. ഓക്കെ, അതായത് ഉപമിതി നമ്മൾ കമ്പാരിസൺ പറഞ്ഞില്ലേ, അതെന്താണ്? വേർഡ് ആൻഡ് ഇറ്റ്സ് ഡിനോട്ടേഷൻ, അവർ തമ്മിലുള്ള റിലേഷൻ ആണെന്നാ പറയുന്നത്. ഓക്കെ, വേർഡും ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേർഡും അതിന്റെ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്ക് ഇപ്പൊ ഫ്ലവർ എന്ന് പറഞ്ഞാല് ആ ഫ്ലവർ, പിന്നെ അതിന്റെ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലവർ എന്താണ് ഉള്ള ആ ഒരു വസ്തു, അതല്ലേ ഉദ്ദേശിക്കുന്നത്. Nine question statement for the classical Indian logic thinkers. Inference is mean only syllogistic inference. Then statement 2, unlike Aristotelian syllogism, Hanuman had 4 steps instead of 3. Parne? B. D ഉണ്ട്. C ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഫോർ ദ ക്ലാസിക്കൽ ഇന്ത്യൻ തിങ്കിങ് ഇൻഫറൻസ്, അനുമാന നമ്മൾ പറഞ്ഞാൽ എന്താണ്? ഇൻഫറൻസിലൂടെ, സിലോജിക് ഇൻഫറൻസിലൂടെയാണ് അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. നമ്മൾ പറഞ്ഞ അനുമാന എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഫറൻസ്. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓൺലി സിലോജിസ്റ്റിക് ഇൻഫറൻസ്, അതായത് സിലോജിസം വഴി ഇൻഫറൻഷ്യൽ പ്രോസസ് വഴി കൺക്ലൂഷനിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനുമാന എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എന്താണോ അനുമാന, ഇൻഫറൻസ് എന്നാണ്, അതാണ് പിന്നെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്. നമ്മൾ ഓരോ ഇപ്പൊ പെർസെപ്ഷൻ വഴി നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ഒരു നോളേജ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, നമ്മൾ കണ്ടുകൊണ്ടാണ്, കാഴ്ച കൊണ്ട് കണ്ടുകൊണ്ട്, അതായത് നമ്മുടെ 5 സെൻസറി ഓർഗൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന അറിവുകളാണ്. പക്ഷെ ഇൻഫറൻസ് വഴി നമ്മൾ എന്താണ്, സിലോജിസം എടുത്തിട്ട് അതിന്റെ ഇൻഫറൻസ് പ്രോസസ്സിലൂടെ നടന്നൊരു ആൻസർ കൺക്ലൂഷൻ കിട്ടുക, അങ്ങനെ ഒരു നോളജ് കിട്ടുന്നതിനെ നമ്മൾ അനുമാന, ഇൻഫറൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. അൺലൈക്ക് അരിസ്റ്റോട്ടിയൻ സിലോജിസം, അനുമാന ഇൻവോൾവ് 4 സ്റ്റെപ്സ് ആണോ? വീണ്ടും എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, 5 സ്റ്റെപ്പ് അല്ലേ ഗൈസ്? അപ്പോ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഓക്കെ, ഫോൾസ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ, സോറി 10th ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഏതാണ് ഇത്? വിരുദ്ധ ഫാലസിക്ക് എക്സാമ്പിൾ എന്നാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞേ. വിരുദ്ധ ഏതായിരുന്നു? നമ്മൾ പറഞ്ഞു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തന്നെ 2 കോൺട്രാഡിക്ടറി ആയിട്ട്, അതായത് മേജർ ടേമും മിഡിൽ ടേമും കോൺട്രാഡിക്ടറി ആയിട്ട് വന്നിട്ടുള്ളത് ഏതാണോ നോക്കുക. അതാണ് വിരുദ്ധ. ഓക്കെ, എ ആണ്. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ പറഞ്ഞ ഈ സെയിം എക്സാമ്പിൾ തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതായത് എറ്റേണാലിറ്റിയെ പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇവിടെ എന്താ ചെയ്തത്? ഡിസപ്രൂവ് ചെയ്യാണ് ചെയ്തത്. മനസ്സിലായോ? എറ്റേണാലിറ്റിയെ പ്രൂവ് ചെയ്യായിരുന്നു വേണ്ടത്. പക്ഷെ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് എറ്റേണാലിറ്റിയെ പ്രൂവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? അതിനെ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ ആരോ പ്രൊഡ്യൂസ് ചെയ്തൊരു സംഭവം. പക്ഷെ എറ്റേണാലിറ്റി എന്നൊന്നും നിലനിൽക്കുന്നത്, ആദ്യം അവസാനം ഇല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. അതിനെ ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വേർഡാണ് മിഡിൽ ടേം ആയിട്ട് വന്നത്. അതിനാണ് നമ്മൾ വിരുദ്ധ എന്ന് പറയാ. ഓക്കെ, ഇതൊക്കെ ഏതായിരുന്നു? ഇറഗുലർ മിഡിൽ ടേം. അതാദ്യം മനസ്സിലാക്കാം. നമ്മൾ ഏത് ഫാലസിക്കാണ് ഇറഗുലർ മിഡിൽ ടേം എന്ന് പറഞ്ഞത്? ഇറഗുലർ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ സവ്യാഭികാരിക്കായിരുന്നു അല്ലെ? സവ്യാഭികാരിയുടെ പിന്നെ കാറ്റഗറൈസേഷൻ ഏതൊക്കെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെയായിരുന്നു? സാധാരണ, അസാധാരണ അല്ലെ, അനുപസംഹരി. അപ്പൊ ഇതിൽ ഏതെല്ലാമാണ്? അതിന്റെ എക്സാമ്പിൾ നോക്കുക. ജസ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇറഗുലർ ഇതാണ് സവ്യാഭികാരാണ് ഇറഗുലർ മിഡിൽ ടേം. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ പേരുകളും പഠിച്ചേക്കുക ഗൈസ്. ഏതാണ് ചോദിക്കാന്ന് പറയാൻ പറ്റൂല. അതിലാണ് സാധാരണ. സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു? മിഡിൽ ടേം വൈഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഉണ്ടോ അതിൽ നോക്കുക. അസാധാരണ, മിഡിൽ ടേം നാരോ ആയിട്ടുള്ളത് ഉണ്ടോ നോക്കുക. അനുപസംഹരി, അതായത് ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള മൈനർ ടേം ഉണ്ടോ നോക്കുക. ഓക്കെ, മൂന്നും നോക്കാം. 3 കാറ്റഗറൈസേഷന്റെ എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കാം. എങ്ങനെയാണ്? 4th വൺ എ വരുന്നത് എങ്ങനെയാണ്? ബി ആൻഡ് ഡി ആണ് ആൻസർ. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് ഓഡിബിൾ. ഇത് നമ്മൾ പറഞ്ഞു, എറ്റേണാലിറ്റിയെ പ്രൂവ് ചെയ്യുന്നതിന് എന്താണ്? പിന്നെ ഓഡിബിൾ എന്നുള്ള ഒരു ഇത് മതിയാകയില്ല. അപ്പൊ ഇവിടെ എന്താണ്? മിഡിൽ ടേം എന്താണ്? എറ്റേണാലിറ്റിയെ സംബന്ധിച്ച് നാരോ ആയിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ അസാധാരണ ഫാലസിയാണ് ഇവിടെ.
ഇനി ഓൾ തിങ്സ് ആർ നോൺ അറ്റൈനബിൾ നമ്മൾ പറഞ്ഞു അനുപസംഹരി ഓൾ, അതായത് ഓൾ എന്താ ഇൻക്ലൂസീവ് മിഡിൽ ടേം വന്നു. ഇനി ഇവിടെ ആരോ പറഞ്ഞല്ലോ എ എന്താ നോക്കാം. സൗണ്ട് ഈസ് ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ. ഓക്കെ, ഇത് ഫാലസിയ അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ സാധാരണ എന്ന് പറയുമ്പോൾ എന്താണ് ക്വാളിറ്റിയെ, അതായത് നമ്മൾ മിഡിൽ ടേമിനെ അപേക്ഷിച്ച് നമുക്ക് എന്ത് വേണം, വൈഡ് ആയിട്ടുള്ള ഒരു, അതായത് ക്വാളിറ്റി അപേക്ഷിച്ച് ഇവിടെ വൈഡ് ആയിട്ടുള്ള ഒരു മിഡിൽ ടേം അല്ലല്ലോ വന്നത്. അപ്പൊ എ ഇല്ല, ബി ആൻഡ് ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇത് നോക്കിയോ, ദ ഹിൽ ഹാസ് സ്മോക്ക് ബിക്കോസ് ഇറ്റ് ഹാസ് ഫയർ. Which type of fires may be identified? സിമ്പിൾ ആണ്. നമ്മളിപ്പോ സാധാരണ പറഞ്ഞു, അങ്ങനെ സംഭവത്തിൽ ഇല്ല അല്ലെ. മിഡിൽ ടേമും എന്താണ് വൈഡ് ആയതോ നാരോ ആയതോ അല്ല. പിന്നെ അസിദ്ധയും വ്യാപ്യാത്ത സിദ്ധയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അസിദ്ധ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? അപ്പൊ നമുക്ക് ബിയും സിയും ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അസിദ്ധ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? മിഡിൽ ടേം എക്സിസ്റ്റ് ചെയ്യാത്ത, അത് അൺറിയൽ ആയിട്ടുള്ള ഒരു സംഭവം. അതായത് ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അസിദ്ധയോ അല്ല. പിന്നെ വ്യാപ്യാത്ത സിദ്ധയെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മിഡിൽ ടേമും മേജർ ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും. ദ ഹിൽ ഹാസ് ഫയർ ബിക്കോസ് ഇറ്റ് ഹാസ് സ്മോക്ക് അല്ലെ. സ്മോക്ക് അല്ലേ നമ്മളെ മിഡിൽ ടേം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യാപ്യാത സിദ്ധയില് മിഡിൽ ടേമും മേജർ ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, മാറി വരുന്നതാണ് എന്ത്, വ്യാപ്യാത സിദ്ധ അല്ലെ. ഞാൻ പറഞ്ഞു, അതായത് കണ്ടീഷണൽ അൺകണ്ടീഷണൽ ആണ് ആവേണ്ടത്. പക്ഷെ കണ്ടീഷണൽ ആയി കഴിഞ്ഞാൽ, ഇവിടെ എന്തുകൊണ്ടാണ് കണ്ടീഷണൽ ആയി എന്ന് പറയുന്നത്? അതായത് ഇവിടെ സ്മോക്ക് ആണ് റീസൺ ആയിട്ട് വേണ്ടത്. അതായത് ഫയർ ഉള്ളിടത്ത് എല്ലായിടത്തും എന്തുണ്ടാവില്ല, സ്മോക്ക് ഉണ്ടാവണം എന്നില്ല. പക്ഷെ സ്മോക്ക് ഉള്ളിടത്തൊക്കെ എന്തുണ്ടാവും, ഫയർ ഉണ്ടാവും. അങ്ങനെയാണ് വരേണ്ടത്. കാരണം മനസ്സിലായോ? Under which of the following conditions are inference may be categorized as K-Valen way? എന്തായിരുന്നു K-Valen way? ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേവലൻ വൈ, കേവല വ്യതിരേകൻ വൈ എന്നൊക്കെ. ഒന്നും കൂടെ സ്ലൈഡ് കാണിക്കണോ? ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലായി. കേവലൻ വൈ എവിടെയാ? അതെ, കേവലൻ വൈ അനുമാന എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, പോസിറ്റീവ് കൺകമിറ്റൻസ്, അതായത് സ്മോക്ക് ഉണ്ടാവുമ്പോൾ ഫയർ ഉണ്ടാവും. കേവല വ്യതിരേക അനുമാനം എന്ന് പറയുമ്പോൾ പിന്നെ സ്മോക്ക് ഉണ്ടാവുമ്പോൾ സ്മോക്ക് ഇല്ലെങ്കിൽ ഫയറും ഇല്ല. അതായത് ഇവിടെ എന്താ കേവലൻ വൈയിൽ പോസിറ്റീവ് കൺകമിറ്റൻസ് മാത്രം അനുമാനിച്ചെടുക്കും. ഇവിടെ എന്താണ് നെഗറ്റീവ് എന്താണ് അതിന്റെ കൺകമിറ്റൻസ് ഒന്നില്ലെങ്കിൽ മറ്റേതും ഇല്ല എന്നുള്ളത്. ഇനി അൻവയ വ്യതിരേക ഇതിൽ എന്താണ് രണ്ടും, അതായത് wherever there is smoke there is fire, wherever there is no fire there is no smoke. അതായത് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഫർ ചെയ്ത് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് അൻവയ വ്യതിരേക വ്യാപ്തി എന്ന് പറയും. അപ്പൊ നോക്കാം. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇനി അപ്പൊ ഏതാണ് കേവലൻ വൈ? പെട്ടെന്ന് പറഞ്ഞേ. സിമ്പിൾ. ആ സ്ലൈഡ് കാണിച്ചതുകൊണ്ട് സിമ്പിൾ ആയിട്ട് വേഗം പറയണം നിങ്ങൾ. യെസ്, നോ ഡൗട്ട്. പോസിറ്റീവ്ലി റിലേറ്റഡ് ടു മേജർ, അതായത് മിഡിൽ ടേം പോസിറ്റീവ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മേജർ ടേമിന് പോസിറ്റീവ്ലി റിലേറ്റഡ് അതിന്റെ ഒരു കൺകമിറ്റൻസ് കാണിക്കുന്നതാണ് കേവലൻ വൈ. ഇനി എന്താണ് കേവല വ്യതിരേകിയാണെങ്കിൽ ഏതായിരുന്നു, നെഗറ്റീവ്ലി റിലേറ്റഡ് ആണ്. അത് പിന്നെ രണ്ട് പോസിറ്റീവ് നെഗറ്റീവ്ലി ആണെങ്കിൽ മറ്റേ മൂന്നാമത്തതും. ഓക്കെ,
നോക്ക് 14th question. For Indian thinkers, inference means only a syllogistic inference based on the relation of invariable concomitance between minor term and major term. There should be an absence of middle term wherever there is absence of major term. പറഞ്ഞ പെട്ടെന്ന് പറയാന്ന് വായിച്ചു നോക്കിയിട്ട്. എ ആണോ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് വായിച്ചോളൂ. ഇൻവാരിയബിൾ കൺകമിറ്റൻസ് ബിറ്റ്വീൻ മൈനർ ടേം ആൻഡ് മേജർ ടേം. ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. ഒന്ന്, ഇൻവാരിയബിൾ എന്നുള്ളത് നിങ്ങൾ തെറ്റിച്ച് തരാറുണ്ട്, വേരിയബിൾ എന്നാക്കി തരാറുണ്ട്. അപ്പൊ ഇൻ തന്നെ വേണം, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. പിന്നെ ഇവിടെ രണ്ടാമത്തെ ശ്രദ്ധിക്കാൻ ഞാൻ ഇവിടെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈനർ ടേമും മേജർ ടേമും തമ്മിലുള്ള റിലേഷൻ ആണോ വ്യാപ്തി? അല്ല, മേജർ ടേമും മിഡിൽ ടേമും തമ്മിലുള്ള കൺകമിറ്റൻസ് ആണ് എന്ത്? വ്യാപ്തി. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? തെറ്റാണ്, ഫോൾസ് ആണ്. മനസ്സിലായോ? ഇൻവാരിയബിൾ കൺകമിറ്റൻസ് ബിറ്റ്വീൻ മേജർ ടേം ആൻഡ് മിഡിൽ ടേം എന്നായിരുന്നു കറക്റ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. There should be an absence of middle term wherever there is absence of major term. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മേജർ ടേം ആബ്സെന്റ് ആവുന്നിടത്ത് എന്ത് ചെയ്യും, പിന്നെ മിഡിൽ ടേം ആബ്സെന്റ് ആണ്. മിഡിൽ ടേം പ്രസന്റ് ആവുന്നിടത്ത് മേജർ ടേം പ്രസന്റ് ആണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ 4th വൺ ആണ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഫാൾസും സ്റ്റേറ്റ്മെന്റ് 2 ട്രൂ ആണ്. മനസ്സിലായോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. Which of the following argument is an example of the സ്വരൂപസിദ്ധ fallacy? ആശ്രയസിദ്ധ, സ്വരൂപസിദ്ധ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. വ്യാപ്യാതുസിദ്ധ 3, അസിദ്ധയുടെ 3 കാറ്റഗറൈസേഷൻ. രണ്ടാമത്തെയാണ് ആശ്രയസിദ്ധ, ഒന്നാമത്തെ സ്വരൂപസിദ്ധ രണ്ടാമത്തത്. നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്തിനാണ്? ആശ്രയസിദ്ധയുടെയാണ്. ഓക്കെ, സ്കൈ ലോട്ടസ് എന്ന് പറയുമ്പോ എന്താണ്, മൈനർ ടേം എക്സിസ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. ഇനി രണ്ടാമത്തെ നോക്കാം. സൗണ്ട് ഈസ് എറ്റേണൽ ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. എന്തിന്റെ എക്സാമ്പിൾ ആണ്? രണ്ടാമത്തെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? എറ്റേണാലിറ്റി പ്രൊഡ്യൂസ്. രണ്ട് കോണ്ടാക്ട് വിരുദ്ധയുടെ എക്സാമ്പിൾ ആണ്. സൗണ്ട് ഈസ് എ ക്വാളിറ്റി ബിക്കോസ് ഇറ്റ് ഈസ് വിസിബിൾ. സി അല്ലെ ആൻസർ. കാരണം വിസിബിലിറ്റിയും സൗണ്ട് സെയിം. ഞാൻ എക്സാം എന്താണ് പിന്നെ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിസിബിലിറ്റി എന്നുള്ളത് സൗണ്ടിൽ ബിലോങ് ചെയ്യോ? ഇല്ല, രണ്ട് നേച്ചർ ആയതുകൊണ്ട്. ഓക്കെ, ഫയർ ഇസ് കോൾഡ് ബിക്കോസ് ഇറ്റ് ഈസ് സബ്സ്റ്റൻസ്. ഇത് ഏതിന്റെയാണ്? ഇത് ഏതിന്റെ എക്സാമ്പിൾ ആണോ? 4th വൺ ബാധ്യത പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മൾ? എന്താണ് പെർസെപ്ഷൻ വഴി തന്നെ എന്താണ് കോൺട്രാഡിക്ഷൻ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ സി ആണ് ആൻസർ. Then last question. According to Nyaya, in which of the following argument involve the fallacy of അനുപസംഹരി, non-exclusive middle? അനുപസംഹരി ഒരു ഡൗട്ടും ഇല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾ ഇൻക്ലൂസീവ് മൈനർ ടേം ആണ് എന്നുള്ളത്. അപ്പൊ ഏതാണ്? സി ആണ് ആൻസർ. ഓക്കെ, സി ആണ്. All things are non-eternal because they are knowable. Okay, അപ്പൊ എത്രയാണ് ഗേസ് നമ്മളെ ക്വസ്റ്റ്യൻസ്? 16 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പഠിക്കാം. അപ്പോ ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ പറഞ്ഞതൊക്കെ ക്ലാസ് എടുത്തതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളോ ഡൗട്ട് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് മൈ ക്ലാസ്. ഓക്കെ, താങ്ക് യു.